കോമഡി കഥാപാത്രങ്ങളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് പ്രിയങ്ക അനൂപ്. വർഷങ്ങൾക്ക് മുൻപേ സിനിമയിൽ സജീവമായിരുന്ന നടി ശ്രദ്ധേയമായ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇടയ്ക്ക് ചില വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ നടിയുടെ പേരിലുണ്ടായി. എന്നാൽ അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് വന്നിരിക്കുകയാണ് നടി. പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവച്ചും പ്രിയങ്ക മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതിനിടെ പ്രിയങ്കയുടെ നഗ്നചിത്രങ്ങൾ പുറത്തുവന്നു എന്ന രീതിയിൽ നിരവധി തവണ വാർത്തകൾ വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ചും പ്രിയങ്ക മനസ്സ് തുറക്കുകയാണ്. സഹോദരന്റെ മരണത്തെക്കുറിച്ചും പ്രിയങ്ക പറയുന്നുണ്ട്. പക്ഷെ പറയണത് എന്താണ്, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞേ, ഒരു സംഭവം നടന്നു കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് പേർക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണെങ്കിൽ പോലും ഇതിനെ പറ്റിയിട്ട്, ഇതിൻ്റെ ഒരു തുടക്കത്തിനെ പറ്റിയിട്ട് ഒന്ന് പറയാം. ഇപ്പം എനിക്ക് പേരെടുത്ത് പറയുന്നതിൽ കുഴപ്പമില്ല. കാവേരി എന്ന് പറയുന്ന മലയാളികൾക്ക് പ്രിയങ്കരിയായിരുന്ന അഭിനേത്രിയാണ്. ചേച്ചിയുടെ വളരെ നല്ല അടുത്ത സുഹൃത്തായിരുന്നു. എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തിന്റെ തുടക്കം? എല്ലാവർക്കും അറിയുന്ന, എല്ലാം അറിയാവുന്നതാണ്. ഞാൻ വീണ്ടും അതിലേക്ക് പോകണ്ട. കാരണം പറയുകയാണെങ്കിൽ ഒരുപാട് ഞാൻ പറയണം. ഇത് എല്ലാവർക്കും അറിയാം. അത് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട്. എനിക്ക് എൻ്റെ കുടുംബത്തിൽ തന്നെ നെഗറ്റീവ് കമന്റ്സ് വായിക്കാൻ തന്നെ നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഒരു വിഷമം ഉണ്ടാവും. എത്ര നമ്മൾ ഭയങ്കര ബോൾഡായാലും നെഗറ്റീവ് കമന്റ്സ് തന്നെയാണ്, ഒരു ഫീൽ ചെയ്യും. അപ്പം അത് അങ്ങനെ സുഖം കിട്ടുന്ന ആൾക്കാർക്ക് കിട്ടിക്കോട്ടെ, അവരുടെ മനസ്സ് സന്തോഷമാണല്ലോ. ഞാൻ ഒരു മനസ്സിൽ ചെറിയൊരു ഫീലിംഗ് വരുമ്പോൾ ആ എഴുതിയ ആൾക്ക് ഇത്ര എഴുതി വിട്ടല്ലോ എന്നുള്ളൊരു സുഖം അനുഭവിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല. സ്വന്തം കുടുംബത്തിൽ വരുമ്പോൾ പിന്നെ അവർ തിങ്ക് ചെയ്യും, അയ്യോ അവരെത്ര വേദനിച്ചിട്ടുണ്ടാവുമെന്ന്. കാരണം ഞാൻ ചെയ്യാത്ത തെറ്റാണ്. ഞാൻ 20 വർഷം നടന്ന് എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരുമായിട്ടും പോലീസ് ഇൻസ്പെക്ടർ വിളിച്ചാലും എന്തിനു സഹായിച്ചിട്ടാണ് ഞാൻ ലാസ്റ്റ് നിമിഷം തെളിവുമില്ല, ഇതായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ എന്നെ നിരപരാധി എന്ന് പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ചേച്ചീന് ആവശ്യമില്ലാതെ, അല്ലെങ്കിൽ ഇതിനകത്ത് ടാർഗറ്റ് എന്ന് പറയാൻ കാവേരിയോ കാവേരിയുടെ അമ്മയോ ഒന്നുമല്ല, ഈ നന്ദകുമാർ എന്ന് പറഞ്ഞ ആള് തന്നെയാണ്. ക്രൈം നന്ദകുമാർ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നിപ്പോൾ ഈ ഇന്റർവ്യൂ നടക്കുമ്പോൾ ഇന്ന് അറസ്റ്റ് ചെയ്ത വാർത്ത വായിച്ചിട്ട് വന്ന ആളാണ് ഞാൻ. കാരണം അതിനു മുമ്പ് സൈബറിൽ ഞാനിപ്പോൾ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം എന്നെ വെച്ച് വലിയൊരു മാറ്റർ ഇറക്കിയിട്ടുണ്ട് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ന്യൂസ്. എൻ്റെ ഈ കേസ് സംബന്ധമായ കാര്യം കൂടാതെ കുറേ കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്താണ്. എനിക്ക് പുള്ളിയുടെ ഒരു ഒരു ചാനൽ പോകുന്നുണ്ട്, ഓൺലൈൻ ചാനൽ. ഈ ചാനലിനകത്ത് പുള്ളിക്ക് പറ്റാവുന്ന രീതിയിൽ മുഴുവൻ പുള്ളി ലൈൻസ് കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം ആ സമയത്ത് എനിക്ക് ആകെ എൻ്റെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു എന്താ പറയുക വ്യക്തിപരമായിട്ടുള്ളൊരു ആളാണ് ഗണേഷ് കുമാർ, ഇപ്പം മന്ത്രിയായിട്ട് ഗണേശേട്ടൻ. ആ സമയത്ത് ഗണേശേട്ടൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു, പ്രിയങ്ക നിരപരാധിയാണ്, അവരങ്ങനെ ചെയ്യില്ല. ഞാൻ നിരപരാധിയായിട്ട് ആദ്യം ഗണേശേട്ടാ വിധി വന്നിട്ടോ ഞാൻ നിരപരാധിയാണ്. അന്ന് ഗണേശേട്ടൻ ഇൻ്റർവ്യൂ കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ ഗണേശേട്ടനെ വരെ വെച്ച് ഇയാൾ വളരെ വൃത്തികെട്ട രീതിയിലാണ് ന്യൂസ് കൊടുത്തിരിക്കുന്നത്. സത്യം എനിക്ക് ഗണേശേട്ടന് ഇതൊന്നും പ്രശ്നമേ അല്ല. ഞാൻ ഗണേശനെ വിളിച്ച് ചോദിക്കുകയും ചെയ്തു, നിനക്ക് എന്താണെന്ന് വെച്ചാൽ നീ കൊടുത്തോ. ഞാൻ നേരെ പോയി DCP സാറിൻ്റെ അടുത്ത് പോയി ഞാൻ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് സൈബറിനകത്ത് എന്നെ വിറ്റ് പുള്ളി കാശാക്കണ്ട. എത്ര സിനിമാ താരങ്ങളെ കുറിച്ച് പുള്ളി മോശമായിട്ട് എഴുതി കാശുണ്ടാക്കുന്നുണ്ട്. പുള്ളിക്ക് വേറെ പണിക്ക് പോയിക്കൂടെ? ക്രൈം ഫയർ എന്ന് പറഞ്ഞ കുറേ പത്രങ്ങൾ പുള്ളി ഒരുപാട് വൃത്തികെട്ട മാസം, ഇപ്പം അതൊക്കെ ഇല്ല. കാരണം അതിനെതിരെ ഞാൻ കേസിന് പോയി. എൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞ ഞാൻ പോലും അത് കണ്ടാൽ ഞെട്ടും. അതുപോലത്തെ ഒരു ഫോട്ടോ വെച്ച് കാശാക്കുക നാണാവൂല്ലേ? ഞാൻ ചോദിക്കണം, ഒരു മാന്യതയുണ്ടോ? ഇങ്ങനെ ഒരു സ്ത്രീയെ ഇതുപോലെ ബുദ്ധിമുട്ടിച്ച് ഇല്ലാത്ത കാര്യവും പറഞ്ഞ് കാശുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ ഉള്ളത്? ഈ ഒരു വിഷയം വന്നപ്പോൾ അന്ന് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നോ? അന്ന് കേസ് കൊടുത്തിരുന്നു. അതാണല്ലോ ഇപ്പോൾ ആ പത്രം ഇല്ല, എൻ്റെ കയ്യിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എനിക്ക് സാമ്പത്തികം ഇല്ല എന്നൊക്കെ പറഞ്ഞ ആ കേസ് അങ്ങനെ നിൽക്കണം. ആ കേസ് എനിക്കാ വിധി വന്നത്. കാരണം എൻ്റെ പേര് വെച്ച് എന്തിനാ കാശാക്കണത്? അതിന് ഞാൻ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ ചിലപ്പോൾ ഞാൻ ആ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ഫോട്ടോ എന്ന് വെച്ചിട്ടാണ് ഈ കാണിക്കുന്നത് മുഴുവൻ. അതൊന്നുമില്ല. ഇനി ഇൻ കേസ് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഡ്രസ്സ് ഇടാതെ ഇട്ടോ അല്ലെങ്കിൽ ഉടുപ്പിട്ടോ എൻ്റെ പല ഇതുണ്ടോ, ഇതൊക്കെ വിറ്റ് കാശാക്കി ഞാൻ റൈറ്റ്സ് കൊടുത്തിട്ടുണ്ടോ? അയാളെ ചാനൽ നന്നാക്കാൻ ഞാൻ റൈറ്റ്സ് കൊടുത്തിട്ടുണ്ടോ? എന്നാൽ അപ്പോൾ അത് റൈറ്റ്സ് എനിക്ക് തരട്ടെ. എന്നാൽ പിന്നെ എനിക്കൊന്നുമില്ല, അവിടെ നിന്ന് ജീവിച്ചാൽ മതിയല്ലോ. നാണം കെട്ട പണിയെടുത്ത് ജീവിക്കരുത്. കാരണം ഉള്ള കാര്യങ്ങൾ തുറന്ന് പറയട്ടെ. പത്രം എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യങ്ങൾ തുറന്ന് കാണിക്കുന്നുണ്ട്. അവർക്ക് വ്യക്തമായ തെളിവുകൾ വരുമ്പോഴാണ് പത്രക്കാർക്ക് ഇൻ്റർവ്യൂസും പോയി ന്യൂസും ചാനലൊക്കെ കൊടുക്കുന്നത്, അതിൻ്റെ പുറകെ പോണതും. ഇതെന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ ഇരുന്നിട്ട് അവനവന് കാശുണ്ടാക്കുക, കൈ നനയാതെ ചുമ്മാ ഇരുന്ന് വായിച്ചാൽ മതിയല്ലോ. കുറേ ജനങ്ങൾ ഇതറിയാതെ കേൾക്കുന്ന ആൾക്കാർ പെട്ടെന്ന് അത് വിശ്വസിക്കും ഇല്ലേ? പിന്നെ ഞാൻ വലിയ സംഭവമായിട്ട് പറയല്ല, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഈ കേസ് നടത്തി 20 വർഷമാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഈ കേസ് ഓരോ തവണയും തിരുവല്ലയിൽ പോകുമ്പോൾ, എറണാകുളത്തുനിന്ന് പോകുമ്പോൾ എനിക്ക് നടന്നു പോകാൻ പറ്റില്ല, ഓട്ടോ വിളിച്ച് പോകാൻ പറ്റില്ല, ബസ്സിൽ കയറി പോകാൻ പറ്റില്ല. എനിക്ക് കാറ് വേണം. ആ വരുന്ന ആളുടെ ചിലവ്, എൻ്റെ കൂടെ വരുന്ന ആളുടെ ചിലവ്, ഇതെല്ലാം ഒരു ദിവസത്തെ ചിലവിൽ പോവും ഇല്ലേ? എത്ര പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ടാവും അറ്റൻഡ് ചെയ്യാൻ. അതിനിടയ്ക്ക് ഞാൻ പ്രഗ്നൻ്റായി, കല്യാണം അതിൻ്റെ ഇടയ്ക്ക് നടന്നു.
മോനുണ്ടായി, അപ്പോഴും ഞാൻ കോടതി കയറി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ബാധ്യതയും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾ തന്നെയാണ് ഞാൻ. എനിക്ക് ഒരുപാട് എന്താ പറയുക കാര്യങ്ങളിൽ കുറച്ച് പ്രോബ്ലംസ് വന്ന് നിൽക്കുന്ന ഒരാളാണ് ഇപ്പോഴും സ്റ്റിൽ. പക്ഷെ ഞാൻ അതൊക്കെ തരണം ചെയ്ത് ജീവിക്കുകയാണ്. കാരണം ജീവിച്ചേ പറ്റൂ. ആത്മഹത്യ ചെയ്യില്ല. ആത്മഹത്യ ചെയ്യുന്നതിനൊരു പരിഹാരമല്ല. എൻ്റെ മനസ്സിലങ്ങനെയാണ്. അതിൻ്റെ വക്ക് വരെ എത്തിയാലും ഞാൻ അതിനൊന്നും പോവില്ല. കുറേ ജനങ്ങൾക്കറിയാം. കാരണം ചിലവരെന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ശരിക്കും എന്നെ ഒരുവിധം അടുത്തറിയുന്നവർക്കറിയാം ഞാൻ എന്താണ്. ദൂരെ നിൽക്കുന്നവർക്ക് ആരെയും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്കത് മനസ്സിലാവില്ല. അവരത് മനസ്സിലാക്കണ്ട. ഈ കാവേരിയുടെ വിഷയത്തിൽ കാവേരിയുടെ അമ്മയോ അറിഞ്ഞുകൊണ്ടല്ല, പക്ഷെ ചേച്ചീനെ ഇതിനകത്ത് പെടുത്തിയതാണ് എന്ന് പറയുന്നുണ്ട്. ആരാണ്, അല്ലെങ്കിൽ എന്തിനാണ് അവർ പെടുത്തിയത്? ഞാൻ പറയട്ടെ, ഇത് അവരുടെ അമ്മയോ ഒന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം ആ കുട്ടി എവിടെയുണ്ട്, ഞാൻ എവിടെ നിൽക്കുന്നു, ഞാൻ എൻ്റെ ഫാമിലി ആയിട്ട് ഞാൻ നിൽക്കുന്നു. അവരെ കുറ്റം പറയുന്നില്ല. ഈ പത്രം ഈ പറയുന്ന ഈ ക്രൈം നന്ദകുമാർ എന്ന് പറയുന്ന ആളുടെ പത്രത്തിന് എന്ത് യോഗ്യത ഉണ്ടായിരുന്നത്? ഞാനൊരു പേര് ഉപയോഗിച്ചൊന്നല്ല പത്രം തകർന്നു പോകാൻ. വേറെ വലിയൊരു മാസികയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞെങ്കിൽ ശരി, തകർന്നു പോയെന്ന് ചോദിക്കാം. ഇയാൾക്ക് എന്തുണ്ടായിട്ടാണ് ആ പത്രത്തിനെ കുറിച്ച് ഞാനൊരു വാക്ക് ഇങ്ങനെ ക്രൈമിലൊരു ഫോട്ടോ വരുന്നു അല്ലെങ്കിൽ കാവേരിയെക്കുറിച്ച് ഒരു ഫീച്ചർ വരുന്നു നമ്മൾ ഇത്രയ്ക്ക് തളയ്ക്കാം. അപ്പം അയാളുടെ ഉദ്ദേശം എന്താണ്? അയാൾക്ക് ആ വാരിക അത്രയും നാൾ വിറ്റ് പോകണം. അതിന് പ്രിയങ്കയെ കിട്ടി, അത് യൂസ് ചെയ്ത്. ചേച്ചിക്ക് കോള് വന്നു അല്ലെ, ഒരു അജ്ഞാത ഫോൺ കോള് വന്നു. അതിൽ കാവേരിയുടെ ഫോട്ടോ ഈ മാഗസീനിലെ കവർ പേജ് ആയിട്ട് വരും എന്ന് പറയാം. ഇത് ആരായിരിക്കും ചെയ്തിട്ടുണ്ടാവും? അതെനിക്കറിയാൻ ആ നമ്പർ ഇല്ല. അത് പോലീസിന് കണ്ടുപിടിക്കായിരുന്നല്ലോ. അന്ന് ഒരു എന്താ പറയുക ഇല്ലാത്ത നമ്പറിൽ നിന്ന് കോള് വന്നു. ഇത് ഇയാളുടെ തന്നെ ആയിരിക്കും ചിലപ്പോൾ പണി, പറയാൻ പറ്റില്ല. ഞങ്ങൾ അത്ര ഇൻറ്റിമേറ്റ് ആണ്. ഞാനും ആ കുട്ടിയുടെ അമ്മയൊക്കെ അത്രയും അടുപ്പാണ്. അപ്പോൾ പറഞ്ഞപ്പോൾ നമ്മൾ ഗ്രാജുവലി ഇപ്പം ഞാൻ പറയട്ടെ, എനിക്ക് അത്രയും നമ്മളമ്മ അത്രയും ഇതില്ല. എന്തെങ്കിലും ന്യൂസ് കിട്ടി ഞാൻ എൻ്റെ ഇതിൽ ഞാൻ വിളിച്ചു പറയും, ഇത് ഇങ്ങനെ ഒരു വാർത്ത കേട്ട് ശ്രദ്ധിക്കണേ. അത്രയും നല്ല രീതിയിൽ നിൽക്കുന്നൊരു കുട്ടി, നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ. അത് ഞാൻ ഇത്രയും പ്രശ്നം ഉണ്ടാക്കി എന്നെ വിളിച്ചു വരുത്തി ഇത്രയും ചെയ്യുമ്പോൾ ആ പുറകിൽ നിന്ന ആളുടെ ഉദ്ദേശം എന്താണെന്ന് ഇവർക്ക് മനസ്സിലായില്ല. അയാളുടെ ഉദ്ദേശം എന്താണ്? അയാളുടെ പത്രം കുറച്ച് വിറ്റ് പോവുക എന്നുള്ളത്. ആ സമയത്ത് വിറ്റ അയാൾക്ക് വന്ന എമൗണ്ട് എത്രയാണെന്ന് എടുത്ത് നോക്കണം. ഞാൻ അതൊക്കെ വെച്ചാൽ കേസിന് പോയത്. അതായിരുന്നില്ല ഉദ്ദേശം. അല്ലാതെ ഒരു പാവപ്പെട്ട പ്രിയങ്കയെ കൊണ്ടുപോയി ഇങ്ങനെ കാണിച്ചിട്ട് എന്ത് സംഭവിച്ചു? ഞാനിപ്പോഴും നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മനസ്സിൽ ഇനിയും എന്നെ ഇതുപോലെ ബുദ്ധിമുട്ടിച്ചാൽ ഞാൻ അതിനുള്ളത് കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് പോകും. ഞാൻ വിട്ടുകൊടുക്കില്ല. ഞാൻ തയ്യാറല്ല വിട്ടുകൊടുക്കാൻ. ഈ 20 വർഷം കൊണ്ട് നഷ്ടപ്പെട്ടത് ഒരുപാട് മറ്റു ചില കാര്യങ്ങളും കൂടെയാണ്, ലൈഫിലെ നല്ല കരിയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പം അത് എങ്ങനെയാണ് ഡീൽ ചെയ്തത്? എനിക്ക് ശരിക്കും പറഞ്ഞാൽ സിനിമാ ഫീൽഡിൽ എനിക്ക് നഷ്ടങ്ങൾ അങ്ങനെയൊന്നും വന്നിരുന്നില്ല. കുറേ ആൾക്കാർ ചിലവരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പ്രിയങ്ക വിളിക്കണ്ട, ഇങ്ങനെ പ്രശ്നമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം സിനിമാ ഫീൽഡ് സ്റ്റിൽ ഞാൻ ചോദിക്കുക, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് സിനിമയിൽ? എല്ലാവരും ഒരു മാവേൽ 100 മാങ്ങയുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മാങ്ങ ചീഞ്ഞെന്ന് പറഞ്ഞിട്ട് 100 അതിൽ 99 മാങ്ങകളും കേട്ടോണ്ടിരിക്കുകയല്ലേ? അല്ലേ? ഞാൻ വന്നിട്ട് ഫീൽഡിൽ വന്നിട്ട് 30 വർഷമായി. എനിക്ക് ആ 20 വർഷം എന്ന് പറഞ്ഞാൽ ബാക്കിൽ നോക്കുമ്പോൾ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷം തന്നിട്ടുണ്ട്. എൻ്റെ ലൈഫ് തന്നെ, കല്യാണം, എൻ്റെ മോൻ, എൻ്റെ കുടുംബം, എൻ്റെ വീട്ടുകാർ, ഒരുപാട് നല്ല സുഹൃത്തുക്കൾ, നല്ല ഫിലിംസ് ചെയ്തിട്ടുണ്ട്, സീരിയൽ ഞാൻ കുറേ ചെയ്തു, ഒരുപാട് ഇനാഗുറേഷൻ ചെയ്തു. എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രിയങ്ക ദുഃഖിക്കില്ല. കാരണം എന്തിനാണ് ദുഃഖിക്കണത്? ഞാൻ എവിടെ ചെന്നിട്ട് എൻ്റെ ജനങ്ങളൊന്നും കല്ലെറിയാനൊന്നുമല്ല, എൻ്റെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു 20 വർഷത്തിനുള്ളിൽ എനിക്ക് സങ്കടപ്പെടേണ്ടി വന്നിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന് ഇത്തിരി പ്രോബ്ലംസ് എനിക്കുണ്ട് ഇപ്പോൾ സ്റ്റിൽ. അത് ഒരു ബിസിനസ് ബന്ധമായിട്ട് എനിക്ക് ആ ബിസിനസ്സിൽ അന്ന് കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുകയാണല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തതാണ്. പക്ഷെ അത് ഫ്ലോപ്പായി. അതുകൊണ്ട് എനിക്ക് ഒരുപാട്, അതാണ് എൻ്റെ മനസ്സിൻ്റെ വിഷമം. ഒരുപാട് ബാധ്യതകൾ ഒരുപാട് വന്നു എന്ന് മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ അനൂപിനെ എല്ലാവർക്കും അറിയാം. ഇത്രയും നല്ലൊരു മനുഷ്യനെ എനിക്ക് ഈ ലൈഫിൽ കിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ചെറിയ കാര്യങ്ങൾ, അത് മാത്രമേ ഉള്ളൂ വിഷമം. പലപ്പോഴും നമ്മുടെ എന്താ പറയുക, ചങ്കെടുത്ത് കാട്ടിയാലും ആൾക്കാർ തിരിച്ചറിയില്ല. പ്രത്യേകിച്ച് സിനിമയിലേക്ക് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പൊതുജനങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് നമ്മൾ തുടങ്ങിയ സമയങ്ങൾ, ചേച്ചി സിനിമയൊക്കെ അഭിനയിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടൊരു അതിന് ആ തെറ്റിദ്ധാരണകൾ കൂട്ടുന്ന രീതിയിലാണ് ഇന്ന് ന്യൂസ് നമ്മുടെ സിനിമയിലെ കാര്യം വന്നിടക്കുമ്പോഴല്ലേ. സിനിമ ഫീൽഡിൽ വന്നിടയ്ക്കൊന്നും എനിക്ക് വന്നിട്ടില്ല, ഞാൻ ഭയങ്കര സംഭവം എന്നൊന്നും പറയുന്നില്ല. എനിക്ക് വന്നിട്ടുണ്ട്, അത് ഞാൻ തുറന്ന് പറയാൻ തയ്യാറാണ്. പക്ഷെ സമയമായിട്ടില്ല. ഞാൻ പറയില്ല ഒന്നും, എനിക്കിപ്പോൾ പറയാനുള്ള സമയമല്ല.
അപ്പൊ പൊട്ടിക്കാനുള്ള ബോംബ് കയ്യിൽ എന്റെ കയ്യിലുണ്ട്, നല്ല ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പൊട്ടിച്ച വലിയ വിപ്ലവം. താരസംഘടനയായ അമ്മയ്ക്കുള്ളിലെ ഏറ്റവും വലിയ സൈലന്റ് കില്ലർ പോയിസൺ സരയു മോഹനാണെന്ന് നടി മായ വിശ്വനാഥ്. മുൻപ് സംഘടനയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം ആരംഭിച്ച സമയത്ത് സരയു മോഹന്റെ ഭർത്താവ് 2.5 ലക്ഷം രൂപയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയതുമായി ബന്ധപ്പെട്ട് സംഘടനയ്ക്കുള്ളിൽ വലിയ ചോദ്യങ്ങൾ ഉയർന്നിരുന്നുവെന്ന് മായ വിശ്വനാഥ് പറയുന്നു. അമ്മയിലെ ഔദ്യോഗിക ഇമെയിലുകളും എക്സിക്യൂട്ടീവ് യോഗങ്ങളിലെ അതീവ രഹസ്യ സ്വഭാവമുള്ള തീരുമാനങ്ങളും ഓൺലൈൻ ചാനലുകളിലേക്ക് നിരന്തരം ചോരുന്ന സാഹചര്യമുണ്ടെന്നും മായ ആരോപിച്ചു. നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ ധ്യാൻ ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ യുവാക്കൾ സംഘടന ഏറ്റെടുക്കണമെന്നും മായ പറയുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ സൈലന്റ് കില്ലർ പോയിസൺ അത് സരയു മോഹൻ തന്നെയാണ്. ആ സത്യം സംഘടനയിലെ എല്ലാ അംഗങ്ങൾക്കും കൃത്യമായി അറിയാം. പക്ഷെ ആരും അത് തുറന്നു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മുൻപ് കുടുംബ സംഗമം ആരംഭിച്ച സമയത്ത് സരയു മോഹന്റെ ഭർത്താവിന് 2.5 ലക്ഷം രൂപയുടെ ഒരു ഓർഡർ കൊടുത്തിരുന്നു. അന്ന് ഞങ്ങളൊക്കെ അതിനെ ശക്തമായി ചോദ്യം ചെയ്തതാണ്. അമ്മ എന്ന് പറയുന്ന ഓർഗനൈസേഷനിലേക്ക് ഞാൻ വ്യക്തിപരമായി അയച്ചൊരു ഇമെയിൽ എങ്ങനെയാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് ചോർന്നു കിട്ടിയത്?